ഈ ഫുട്ബോൾ 2027 അത് കത്തിക്കും. ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. ഇന്ന് നടന്ന ഇവന്റ് ഉണ്ടല്ലോ കൊനാമിന്റെ, അതിൻ്റെ അകത്ത് കുറേ ഗ്ലിംസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് 2027. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ്, ഇന്ന് രാവിലെ വരെ കൊനാമിക്ക് നല്ല ചീത്തയായിരുന്നു എല്ലാവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ അറിയോ, അവരൊരു ട്രഷർ ഹണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള പ്ലേയേഴ്സോ ഓഞ്ഞ പ്ലേയേഴ്സ് തന്നെ. കാരണം എന്താ അറിയോ, 3-4 കൊല്ലം പഴക്കമുള്ള പ്ലേയേഴ്സിനൊക്കെയാ സിംഗിൾ ബൂസ്റ്ററുള്ള പ്ലേയേഴ്സൊക്കെ വന്ന്. ആകെ അതിൻ്റെ അകത്തുള്ള ഡബിൾ ബൂസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയോയാ. ഇപ്പഴ കഥയാണ്, പറയും വേണ്ട, അത്രയും കഷ്ടമാണ്. കാരണം അങ്ങനെ പുള്ളിക്കാരൻ്റെ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്, എല്ലാം കുറച്ചിട്ടുണ്ട്. ഫ്രീ ആയി കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും നമുക്കറിയാം. എന്നാലും എന്തേലും ആവട്ടെ, നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. അവർ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി തന്ന സാധനം എന്താ അറിയോ, നമുക്കൊരു ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട്. ഏതെന്നാ അറിയോ, മറ്റേ സെലക്ഷൻ കോൺട്രാക്ട് ഉണ്ടല്ലോ, അഗ്വോരോയും റൂണിയും ഒക്കെ ഉള്ള, അതിൻ്റെ അകത്ത് നമുക്കൊരു ഫ്രീ സ്പിന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കറക്കി നോക്കി, എന്നിട്ട് ആരെ കിട്ടിയെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് കിട്ടിയ സ്കോൾസ് തന്നെ, എൻ്റെ ഓൾറെഡി സ്കോൾസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഫ്രീ കിട്ടിയതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ കൊനാമി എന്താ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് നല്ലൊരു പാക്ക് കൊണ്ടുവരാത്തതെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നാളെ ഒരു കിടിലൻ പാക്ക് വരാൻ പോകുന്നത്. 250ഓളം പ്ലേയേഴ്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരാൻ പോകുന്നത് ഒന്ന് മെസ്സിയാണ്, ബിഗ് ടൈം മെസ്സി. 3 സ്കില്ല് വരുന്നുണ്ട്, 3 സ്കില്ല്. അത് കൂടാണ്ട് അപ്പുറത്ത് വരാൻ പോകുന്ന ആരാ, പോർച്ചുഗലിൻ്റെ ലിവിങ് ലെജൻഡ്. ഈ പാക്കിൻ്റെ പേര് തന്നെ ലിവിങ് ലെജൻഡാണ്. പോർച്ചുഗലിൻ്റെ ലിവിങ് ലെജൻഡ് ആരായിരിക്കും? ക്രിസ്ത്യാനോ അല്ലാണ്ട് വേറെ ആര്? ക്രിസ്ത്യാനോന്റെ കാർഡൊക്കെ തപ്പി നടക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്, കറക്കി നോക്കി കോയിനുണ്ടെങ്കിൽ. ഇനി നമുക്ക് 2027 അപ്ഡേറ്റിലേക്ക് വരാം. അതെന്നാ റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെരി നെക്സ്റ്റ് മന്ത് 13-ാം തീയതി ഒക്കെ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് പുതിയ മാനേജേഴ്സ് വരുന്നുണ്ട്, പുതിയ പ്ലേയേഴ്സ് വരുന്നുണ്ട്. അതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്, പുതിയ ഒരു ഗെയിം പ്ലേ കൂടി ആഡ് ആവുന്നുണ്ട്. നമ്മൾ ഈ പൊസിഷനും ക്യുക്ക് കൗണ്ടറും ലോങ് ബോൾ കൗണ്ടറും ഒക്കെ കളിച്ചും മടുത്തില്ലേ, ഇനി ഓവർലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം പ്ലേ കൂടി വരാൻ പോകുന്നുണ്ട്. ഈ ഫുട്ബോൾ 2027 ഞാൻ തകർക്കുമെന്ന് പറയാനുള്ളതിന് കാരണം ഇതൊന്നുമല്ല. അതിൻ്റെ അകത്ത് ഒരു മോഡ് വരാൻ പോകുന്നുണ്ട്, ടൂർണമെൻറ്റ് പോലത്തെ ഒരു മോഡ്. നമ്മളിപ്പോൾ ഈ ബസ്സിൻ്റെ ടൂർണമെൻ്റൊക്കെ ഓരോരുത്തരെ അപ്പുറം പോയിട്ട് പൈസ കൊടുത്തു അങ്ങനെയൊക്കെ അല്ലേ കളിക്കുക. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെക്ടേറ്ററായിട്ട് നിന്ന് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഓരോരുത്തരെ കളിപ്പിച്ചിട്ട് നമുക്കൊരു കപ്പ് ഉയർത്തുന്ന ടൈപ്പിലുള്ള ഒരു കിടില ഇവന്റ് തന്നെയാണത്. നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ളത് കൺഫേമാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരു പെസ്സിൻ്റെ പ്രതാപം ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. കാരണം പ്ലേയേഴ്സൊക്കെ കൂടി എൻഗേജ്ഡ് ആകും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പരമൊക്കെ കളിക്കാം, അവരെ ഇൻവൈറ്റ് ചെയ്യാം. ഒരു വാശിയൊക്കെ കൂടി നമുക്ക് ആര് കപ്പടിക്കുന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് അർമാദിക്കാൻ പറ്റിയ സെറ്റപ്പ് തന്നെയാണ് അത്. എന്തായാലും അത് കിടിലനായിരിക്കും. പിന്നെ ഇതുകൊണ്ടൊന്നും നിൽക്കുന്ന ആരും വിചാരിക്കേണ്ട, ഇനിയും കുറേ വരാണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇത് ഇത്രയാണ് അവർ ഇപ്പം ഇതാക്കിയത്. ഇനിയും ഒരു കണക്ട് ഉണ്ടാവും, അപ്പോൾ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് വളരെ എക്സൈറ്റഡ് ആണ്. എന്താ നിങ്ങളെ അവസ്ഥ? നിങ്ങൾ എക്സൈറ്റഡ് ആണോ? സംഭവം കൊനാമി പറ്റിക്കലാണെങ്കിലും ഈ സംഭവമൊക്കെ ശരിക്കും കിടക്കിയിട്ടുണ്ട്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാൻ നിങ്ങളുടെ വിക്കി ബ്രോ. നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.